ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. ലൂക്ക 15:17. തെറ്റ് ചെയ്യാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല. ഞാനും നിങ്ങളും എല്ലാം ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഇത്തരം തെറ്റുകൾ കാരണം മറ്റുള്ളവർക്കും ധാരാളം ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കും. തെറ്റുകുറ്റങ്ങൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. പക്ഷേ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുന്നത് ദൈവികവും. പാപങ്ങളെ വെറുക്കാനേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ, പാപിയെ വെറുക്കാനല്ല. അതുകൊണ്ട് തന്നെ എത്ര വലിയ അപരാധം ചെയ്ത ആളായാലും അവൻ ആത്മാർത്ഥമായി ആ തെറ്റിനെ തിരിച്ചറിഞ്ഞ് മനമുരുകി പശ്ചാത്തപിച്ചാൽ കാരുണ്യവാനായ ദൈവം അത് കണ്ടില്ലെന്ന് നടിക്കില്ല. പശ്ചാത്താപം എന്നത് ദൈവത്തിൽ രക്ഷ കണ്ടെത്തുവാനുള്ള ആദ്യപടിയാണ്. നിങ്ങളോട് തെറ്റ് ചെയ്തവൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അവനോട് പൊരുത്തപ്പെടുക എന്നത് ഏറ്റവും വലിയ പുണ്യം ആണ്. അതല്ല, നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റുപറയാൻ സമയം ഇനിയും അതിക്രമിച്ചിട്ടില്ല. പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കുരിശിൽ തെറ്റ് ഏറ്റുപറഞ്ഞ കള്ളനെയും സ്വീകരിച്ച ക്രിസ്തു പാപം ചെയ്തവർ പശ്ചാത്തപിക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന ഉത്തമ ഉദാഹരണമാണ് കാട്ടിത്തന്നത്. അവൻ ഒരിക്കലും പാപികളെ കണ്ട് പിന്മാറിയിട്ടില്ല. പകരം അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു പുതിയൊരു പാത നൽകി. ദൈവം വിശാല ഹൃദയനും കരുണയുള്ളവനും ആണെന്ന ബോധ്യത്തോടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ ആ ഹൃദയത്തിൽ വെളിച്ചം പകരുന്നു. നാം ആയിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ അരികിൽ വരിക, അവൻ നമ്മെ ഉപയോഗിക്കും. കർത്താവായ ഈശോയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ എന്നും നമുക്കായിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്നായി ദൈവമഹത്വത്തിലേ.